അങ്ങനത്തെ അറ്റൻഡൻസ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ ബ്രേക്കുള്ള സമയത്തും 12:10 ഇപ്പൊ അരമണിക്കൂർ ബ്രേക്ക് കിട്ടിയിട്ട് കേട്ടോ, പിന്നീട് അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ആ ടൈം എത്രയാണോ അതിന് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറ്റൻഡൻസ് എടുക്കും. ആ സമയത്തുള്ള കൂട്ടർക്ക് മാത്രമേ അറ്റൻഡൻസ് എടുക്കുന്നുണ്ടാവില്ലേ. മാക്സിമം 5-10 മിനിറ്റിനുള്ളിൽ തരാം കൺസെഷൻ. അതിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, 12:10 തുടങ്ങുന്ന 12:20 അറ്റൻഡൻസ് എടുക്കും. ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് എടുത്തിട്ട്. കാരണം കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിടാൻ സ്ക്രീൻ വിസിബിൾ ആകുന്നുണ്ടോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, നമ്മൾ രാവിലെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ വിസ്കസ് ഫ്ലോ ആണ്. വിസ്കസ് ഫ്ലോന്റെ റെനോൾഡ്സ് നമ്പർ വരെ നമ്മൾ പറഞ്ഞു അല്ലേ? റൈറ്റ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോ ഓഫ് വിസ്കസ് ഫ്ലൂയിഡ് ത്രൂ എ സർക്കുലർ പൈപ്പ്. ഓക്കെ, ഇനി ഈ കേസിലൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ലാമിനാർ ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, വി ആർ ഡിസ്കസിങ് ബേസ്ഡ് ഓൺ ലാമിനാർ ഫ്ലോ. Okay, for turbulent flow, we will discuss it later. Okay, after laminar flow, we will go through turbulent flows. So initial, we were discussing about laminar flow. Simply, നമ്മൾ വിസ്കസ് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞ പോലെ സിംപ്ലി വിസ്കസ് ഫ്ലോ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഇനി നമ്മളൊരു കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്ലോ ത്രൂ പൈപ്പ്, ഒരു സർക്കുലർ പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും ഫ്ലൂയിഡ് ഫ്ലോ നടക്കും. ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് എന്ത് ലാമിനാർ ഫ്ലോ ടർബുലന്റ് ഫ്ലോ ഒക്കെ പറയുന്നത്. സോ ലാമിനാറിന്റെ കേസിലേക്ക് എടുക്കുന്നതാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ വാല്യൂ വിൽ ബി rho Vd by mu ആണ്. Its value should be less than 2000. Okay, then only it will become a laminar flow. So rho means density of the flowing fluid and V is the average velocity. Then d is the diameter of pipe and mu is the viscosity, dynamic viscosity. Okay, Reynolds number will be is equal to rho Vd by mu. Any നമ്മൾ അതിന്റെ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് കൺസിഡർ ചെയ്തു. Then flow is taking place from left hand side to right hand side. Okay, in between we are considering a fluid element in circular cylindrical cross section ഉള്ള ഒരു circular cross section ഉള്ള ഒരു fluid element consider ചെയ്തു ABCD at a particular length distance r from the central axis. ഇതാണ് central axis. Central axis ആണ് distance എപ്പോഴും മെഷർ ചെയ്യുക. So capital R is the total radius. Capital R is the total radius. Then small r is the small r lengthil എന്ത് നമ്മളൊരു ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു. സോ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചേക്കണേ. ആ എലമെന്റിന്റെ തിക്നെസ് dr എടുത്തു. ഓക്കെ, ദെൻ പിന്നെ അത് വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു സൈഡില് എ ബി എന്നുള്ള ഫേസിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പി എന്നുള്ള പ്രഷർ വരും. സി ഡി എന്നുള്ള ഫേസിലേക്ക് എന്ത് വരും? ഇതിന്റെ ടൈലേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഡെൽറ്റ എക്സ് വരും. ഓക്കെ, പ്രഷർ എത്രയാണോ പ്രഷർ എന്നുള്ളത് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഡെൽറ്റ എക്സ്. ഇതൊക്കെ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ഒന്നും പറയാത്തത്. ടൈലർ സീരീസ് വെച്ചിട്ടുള്ള എക്സ്പാൻഷൻ ആണ്. ഈ സൈഡിൽ പി ആണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ആക്ഷൻ, ഇതിന്റെ ഡയറക്ഷൻ നോക്കുക. ഇത് രണ്ടും ഈക്വലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പി എ ബി ബേസിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ഡയറക്ഷൻ എങ്കിൽ സി ഡി ബേസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കായിരിക്കും ഡയറക്ഷൻ. അവിടെ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഡി എക്സ്. രാവിലെ മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു?
പറഞ്ഞ കാര്യം തന്നെയാണ്. കൺസിഡർ horizontal pipe of radius r, the viscous fluid is flowing from left to right in pipe as shown in figure. So consider a fluid element of radius r sliding adding in a cylindrical fluid element of radius r plus d ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ഫേസിൽ പി എന്നുള്ള പ്രഷർ ഉണ്ടാവും, മറ്റേ ഫേസിൽ പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് വരും. ഓക്കെ, സോ ദ ഫോഴ്സ് ആക്ടിങ് ഫോഴ്സ് ആക്ടിങ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഒന്ന് പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഫോഴ്സ്. ഏത് എ ബി എന്നുള്ള കേസിൽ പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. പ്രഷർ ഫോഴ്സ് എങ്ങനെയാണ്? പ്രഷർ നമ്മൾ പി ആന്ന് പറഞ്ഞു, അതിന് ഇൻറ്റു ഏരിയ എടുത്താൽ എന്താ പ്രഷർ ഫോഴ്സ് ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന റേഡിയസ് ആർ ആണെങ്കിൽ, സ്മോൾ ആർ ആണെങ്കിൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ്. ഓക്കെ, പ്രഷർ ഫോഴ്സ് എന്താ? സി ഡി എന്നുള്ള ബേസിൽ പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ് പ്രഷർ വാല്യൂ ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇനി ഇതിന് പുറമെ എന്തുണ്ടാവും? വിസ്കസ് ഫ്ലോ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ ഈ സർഫസിൽ, ഈ ഒരു സർഫസിലാണ് എന്തുണ്ടാവുക? ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ വിസ്കോസിറ്റി, ഫ്ലൂയിഡ് ഇങ്ങോട്ടാണ് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഷിയർ സ്ട്രെസ് ഫോം ചെയ്യും. വിസ്കോസിറ്റി കാരണം ഷിയർ സ്ട്രെസ് ഫോം ചെയ്യും. ഷിയർ സ്ട്രെസ് കാരണം ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആയിരിക്കും. ഏത് ഏരിയ? ഈ ഏരിയ, അപ്ലൈ ചെയ്യുന്ന ഏരിയ. ഓക്കെ, സോ എന്ത് വരും? ഷിയർ സ്ട്രെസ് ടൗ ഉണ്ടാവും. ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഫ്ലോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടൗ ഉണ്ടാവും ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ പെരിമീറ്റർ എത്ര? 2π r ഇൻറ്റു ഈ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ 2π r ഇൻറ്റു ഡെൽറ്റ എക്സ്. സോ ആ ഫോഴ്സും കൂടി ഇല്ലാതെ ആഡ് ചെയ്ത് എന്ത് വരും? ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ടൗ ഇൻറ്റു 2π r ഇൻറ്റു ഡെൽറ്റ എക്സ് ഓൺ ദ സർഫേസ് ഓഫ് fluid element. Okay, on the surface of fluid element. And as there is no acceleration, നമ്മൾ എടുക്കുന്ന ഒരു assumption എടുക്കുകയാണ്, there is no acceleration. Okay, then അങ്ങനെ acceleration ഇല്ല എന്നാണെങ്കിൽ എന്താ? sum of all the forces must be 0 ആയിരിക്കും. So അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ തരും, ഒരേ ഡയറക്ഷൻ ഉള്ളത് പി, മറ്റേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നെഗറ്റീവ് ഇടും. സോ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പൈ ആർ സ്ക്വയർ മൈനസ് ടോ ഇൻറ്റു 2π r ഡെൽറ്റ എക്സ്. Okay, equal to 0. That will be equal to minus dou p by dou x into delta x into pi r square minus എന്താ ഈ p pi r square p pi r square cancel ആയി. Remaining term ആണ് minus dou p by dou x into delta x into pi r square minus tau into ഈ ടേം അങ്ങനെ 2π r into delta x. സോ ഇതിന് എന്ത് ചെയ്തു? ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. എന്ത് സംഭവിക്കുക? രണ്ട് സ്ഥലത്തും ഡെൽറ്റ എക്സ് ഉണ്ട് അല്ലെ? കോമൺ ആയിട്ട് ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്ത് വരും? ഓരോ ആറ് രണ്ട് സൈഡും കോമൺ ആയിട്ടുണ്ട്. രണ്ടീന്ന് ഓരോ ആറ് കടന്നു. ഓക്കെ, then എന്താ റിമൈനിങ് ടേംസ് വരും? റിമൈനിങ് ഇക്വേഷൻസ് വിൽ ബിക്കം ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ മൈനസ് 2 tau. It will be equal to 0. So from that equation we will get a form for shear stress. Okay, shear stress is equal to tau is equal to minus dou p by dou x into r by 2 minus dou p by dou x into r by 2. ഇത്ര വരെ ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ? ഇത്ര വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹലോ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നുകൂടെ ക്വിക്കായിട്ട് പറയാം. നീ ഇത്രയും നേരം അവിടെ പോയിന് പ്രത്യേകം നീ ആദ്യമേ ജോയിൻ ചെയ്തിനാ? എവിടെ ക്ലിയർ ആകാതെ പറഞ്ഞോ, കുഴപ്പമില്ല. അത് ജോയിൻ ചെയ്യാതെ നിന്നിട്ട് ക്ലിയർ ആവാതെ പറയരുത്. അല്ലാതെ നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏതാ പോർഷൻ? പ്രത്യേകം മൊത്തത്തിലാണോ ഉദ്ദേശിച്ചത്? അവിടെ നിങ്ങൾക്ക് മൈക്ക് ജസ്റ്റ് ഓൺ ചെയ്തൊന്ന് സംസാരിക്കും നിങ്ങൾ. ഞാൻ ചിലപ്പോ ഇത് കാണുമെന്ന് വരില്ല. നിങ്ങൾ ആരെയും പേടിക്കുന്നില്ല. നിങ്ങൾ എന്തിനാ മൈക്ക് ഓൺ ആക്കി എന്തായിരിക്കുന്നത്? അറ്റൻഡൻസ് പറയാൻ മാത്രല്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്താ ലാമിനാർ ഫ്ലോ പറഞ്ഞു. ഫ്ലോ വിസ്കസ് ഫ്ലൂയിഡ് സർക്കുലർ പൈപ്പിനെ കൺസിഡർ ചെയ്യാണ്. അതിനകത്ത് ഡിഫറെന്റ് ഫ്ലോ നമ്മുടെ പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് വൺ. സോ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സർക്കുലർ പൈപ്പ് എടുത്തു, അതിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് എലമെന്റ് കൺസിഡർ ചെയ്തു. ഫ്ലൂയിഡ് എലമെന്റിന്റെ മുകളിൽ വരുന്ന ഡിഫറെന്റ് ഫോഴ്സസ് നോക്കി. ഇനീഷ്യലി നമ്മൾ റെനോൾഡ്സ് നമ്പർ ചെക്ക് ചെയ്തു, ലെസ് ദാൻ 2000 ആയിരിക്കണം, എന്നാലേ ലാമിനാർ ഫ്ലോ ആയിരിക്കുള്ളൂ. സോ അങ്ങനെ വന്നപ്പോൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്തു? എലമെന്റ് കൺസിഡർ ചെയ്തു, എ ബി സി ഡി എലമെന്റ് കൺസിഡർ ചെയ്തു. ഇതിനകത്ത് വരുന്ന ഫോഴ്സ് നോക്കി. എ ബി എന്നുള്ള ബേസിൽ പി വരും, സി ഡി എന്നുള്ള ബേസിൽ പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് വന്നു. അതുപോലെ ഷിയർ സ്ട്രെസ്സും വന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഫോഴ്സസ് എഴുതി ബാലൻസ് ചെയ്താൽ എന്ത് വരും?
Forces എന്ന് പറഞ്ഞാൽ P into അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ P into pi r square മൈനസ് P plus dou P by dou x dx into pi r square വരും. ഓക്കെ, ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ പ്രഷർ. ദെൻ ഷിയർ സ്ട്രെസ് എക്സിസ്റ്റ്, വിസ്കോസ് ഫ്ലോ ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, വിസ്കോസിറ്റി കാരണം ഷിയർ സ്ട്രെസ് ഉണ്ടാവും, ഷിയർ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ടൗ ഇൻറ്റു 2 pi r ഡെൽറ്റ എക്സ് വരും. ഓക്കെ, അതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതി എന്തായാലും P by r square ക്യാൻസൽ ആയി, റിമൈനിങ് ടേംസ് വന്നു ഡോ പി ബൈ മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഡെൽറ്റ എക്സ് pi r square മൈനസ് ടൗ ഇൻറ്റു 2 pi r ഡെൽറ്റ എക്സ് വന്നു. ഓക്കെ, ഇനി ഇതിന്റെ അത് ഡെൽറ്റ എക്സും ഓരോ ആറും ക്യാൻസൽ ചെയ്താൽ ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ മൈനസ് 2 tau ഈക്വൽ ടു 0. സോ ടൗ ഈസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ആർ ബൈ 2 മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ആർ ബൈ 2 വരും. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഷിയർ സ്ട്രെസിന്റെ ഒരു ഫോമാറ്റ് കിട്ടി, ഷിയർ സ്ട്രെസിന് മൈനസ് ഡോ പി ബൈ ഡോ എക്സിന് ആർ ബൈ 2. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ഇങ്ങനെ ഓരോന്നിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഷിയർ സ്ട്രെസിന്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഷിയർ സ്ട്രെസ് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, സോ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ കിട്ടി, ടൗ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ഇനി ഈ ഡോ പി ബൈ ഡോ എക്സ് ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ എടുത്തു, അതായത് ഈ സർക്കുലർ ഫ്ലോ അടുത്ത് ഈടെ ഒരു ഒറ്റൊരു ക്രോസ് സെക്ഷൻ, ഒരു പർട്ടിക്കുലർ ലെങ്ത്. ഓക്കെ, ആ പർട്ടിക്കുലർ ലെങ്ത്തിൽ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡോ പി ബൈ ഡോ എക്സ് പ്രഷർ വേരിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ പ്രഷർ വേരിയേഷൻ ഇല്ല. ഫ്ലോ നടക്കുന്നത് പ്രഷർ വേരിയേഷൻ കാരണമാണ്, പക്ഷെ അത് ലെങ്ത് വൈസ് ആണ്, ആക്സിസ് വൈസ് ആണ്. ഓക്കെ, റേഡിയൽ വൈസിൽ പ്രഷർ വേരിയേഷൻ എടുക്കുമല്ലോ, ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കും. സോ ഡോ പി ബൈ ഡോ എക്സ് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് ആയാലും പിന്നെ ഷിയർ സ്ട്രെസ് ഡിപെൻഡ് ചെയ്യുന്നത് റേഡിയസിനെ മാത്രമാണ്, അതായത് ഈ ആർ വാല്യൂവിന് മാത്രമാണ്, സ്മോൾ ആറിനെ മാത്രമാണ്. സ്മോൾ ആർ 0 ഒന്നും സാറൊന്നും കേൾക്കുന്നില്ല. ഹലോ, ഒരു മൈക്ക് നെറ്റ് ഇഷ്യൂ എന്നാണ് ചെറുങ്ങനെ, സോറി. സാർ കേൾക്കുന്നില്ല. ഹലോ ഹലോ സാർ ഓക്കെ, നോക്കടാ. ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായില്ല, ഇതുവരെ പറഞ്ഞല്ലോ. വേറെ ഇത് പറഞ്ഞ കിട്ടിനാ? നിങ്ങൾ എടുത്തവര് എപ്പോഴാ കട്ടായെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ ഇത് പാറ്റേൺ പറഞ്ഞാൽ മനസ്സിലായില്ല, അത് കണ്ടില്ല നിങ്ങള്? മക്കളെ പറ, ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തത് കണ്ടില്ല നിങ്ങള്? സർ സ്ക്രീൻ കാണുന്നില്ല.
സ്ക്രീന് കാണുന്നില്ല. ഓക്കെ, സോറി. ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടില്ല ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ? ഇപ്പൊ സ്ക്രീൻ കാണാവോ? ഇപ്പൊ കാണുന്നു. കണ്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ കിട്ടീനാ? ഇല്ല. ചെറിയൊരു ഭാഗം കിട്ടിയില്ല. ഓക്കെ, നോക്ക്, നമ്മൾ ഇതുവരെയാണ് പറഞ്ഞത്, അത് കിട്ടീന് കൃത്യമായിട്ട്. സോ ഷിയർ സ്ട്രെസ്സിന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ, -∂P/∂x R/2. ഇനി ഞാനൊരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ എടുക്കുകയാണ് ഇതിന്റെ അകത്തേക്ക്. ഓക്കെ, ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും വാല്യൂ. ഇവിടെ വേരിയേഷൻസ് വരില്ല ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളത്. അപ്പൊ പിന്നെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡിപെൻഡ് ചെയ്യുന്നത് സ്മോൾ ആർ വാല്യൂവിനെയാണ്. ഓക്കെ, സ്മോൾ ആർ വാല്യൂവിനെ ഡിപെൻഡ് ചെയ്ത് വരുമ്പോൾ ഈ റേഡിയസ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഷിയർ സ്ട്രെസ് വേരി ചെയ്യുക. ഇപ്പൊ വേരിയേഷൻ റേഡിയസ് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെസ് വേരിയേഷനും ലീനിയർ ആയിരിക്കും. ഓക്കെ, സോ ഇനീഷ്യലി സെൻട്രൽ ആക്സിൽ സ്മോൾ ആർ വാല്യൂ 0 ആകുമ്പോൾ ഷിയർ സ്ട്രെസ്സും 0 ആവും. പിന്നെ സ്മോൾ ആർ വാരി ചെയ്ത് ക്യാപിറ്റൽ ആർ വരെ അത് വാരി ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ എന്താ, ക്യാപിറ്റൽ ആർ ആകുന്നതനുസരിച്ച് കൂടി വരും. സോ ഷിയർ സ്ട്രെസ് അതിന് റെസ്പോണ്ടിങ് ആയിട്ട് സെൻട്രൽ ആക്സിൽ ഒരു എൻഡിലേക്ക് ലീനിയർലി വേരി ചെയ്യും, അതുപോലെ ഇപ്പുറത്തെ എൻഡിലും ലീനിയർലി വേരി ചെയ്യും. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ ഇത്. ഇനി നോക്കാനുള്ളത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫോർ ദാറ്റ് ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അഖിൽ, അമിത്, അനിരുദ്ധ്, കാർത്തിക്, ലാദിൻ, ഷഹസാദ്, മുക്താസിം. ഓണാക്കി വെച്ചിട്ട് പോയിട്ട് അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് ഇട്ടില്ലേ മക്കളെ? ആ കുറെ ആൾ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് പോകുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. മുക്താസിം ഉണ്ടോ? ഇല്ല. ഓക്കെ, അസഫ്, ഫർദീൻ, ഫത്തേ, സമ, മുഹമ്മദ് സമ, സിയാൻ, ഇയാൻ, നിഷാഖ്, ഓക്കെ, നിവേദ്, പ്രത്യുഷ്, രാഹുൽ, ഓക്കെ, സരുൺ, സൗരാഗ്, സൗരവ്, ശ്രീജിത്ത് ഉണ്ടോ? ഓക്കെ, ശ്രീരാഗ് വിജയൻ, വിഷ്ണു എ പി, വിഷ്ണു എൻ, ധർമ്മേഷ്, ഓക്കെ. സോ വിഷ്ണു എൻ ആബ്സെന്റ്, സൗരാഗ് ആബ്സെന്റ്, സിയാൻ, സമ, മുക്താസിം, ഷഹസാദ്, കാർത്തിക് ആൻഡ് അനിരുദ്ധ്. ഇത്രയും ആൾക്കാർ ആബ്സെന്റ്. പിന്നെ അത് കുറെ ആൾക്കാർ ഓപ്പൺ ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് തോന്നുന്നു. ഉണ്ടോ? ഓക്കെ, നോക്കും. നമ്മൾ ഇനി നോക്കുന്നത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, സോ നമ്മൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കി, ഇനി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കണം. ഓക്കെ, സോ ഫോർ ഒബ്റ്റെയിനിങ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് സെക്ഷൻ, നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഷിയർ സ്ട്രെസിന്റെ τ = mu × du/dy. ഓക്കെ, ഇതും നമുക്ക് ഇപ്പൊ കിട്ടിയ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാണ്. ബിഫോർ ദാറ്റ്, ഈ dy എന്നുള്ള ഇക്വേഷൻ, ഈ വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസ്, അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് y is measured from the pipe wall ആണ്. വാൾ സർഫസ് സെന്ററിലേക്കാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ,
സോ y എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ആണ്. ഓക്കെ, അതായത് y മെഷർ ചെയ്യുക ഈ പോയിന്റ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ y ന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് ടോട്ടലി ക്യാപിറ്റൽ ആറും ഈടുത്തം വരെ സെൻട്രൽ ആക്സിന് മുകളിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആറും ആണ്. ഓക്കെ, അങ്ങനെ വന്ന ഈ ഗ്യാപ്പിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ആയിരിക്കും. ക്യാപിറ്റൽ y നമ്മളെ y മെഷർ ചെയ്യുന്നത് ഈ പോയിന്റിനും ആർ മെഷർ ചെയ്യുന്നത് സെൻട്രൽ ആക്സിനും ആണ്. ഓക്കെ, സോ y എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ആയിരിക്കും. കറസ്പോണ്ടിംഗ്ലി dy എന്താവും? ക്യാപിറ്റൽ ആർ കോൺസ്റ്റന്റ് ആണ്, മൈനസ് ഡി ആർ ആവും. ഓക്കെ, ദെൻ ഇക്വേഷൻ ടൗ ഇസ് ഈക്വൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ എന്നുള്ളത് മ്യൂ ഡി യു ബൈ മൈനസ് ഡി ആർ ആവും. ഒന്ന് അറേഞ്ച് ചെയ്താൽ മൈനസ് ഡി യു ബൈ മൈനസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി ആർ വരും. ഇനി അറ്റൻഡൻസ് എടുത്ത് എന്നുള്ള രീതിയിൽ ക്ലാസ് കട്ടാക്കി പോകാനും നിൽക്കരുത്. മേ ബി ഞാൻ ഒന്നുകൂടി എടുക്കും അറ്റൻഡൻസ്. ഓക്കെ, സോ ഈ കിട്ടിയ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ആദ്യം കഴിഞ്ഞ സ്ലൈഡിൽ കിട്ടിയ ഷിയർ സ്ട്രെസ് ആയിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തു. ഓക്കെ, അതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് മ്യൂ ഡി യു ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ ടു, സ്മോൾ ആർ ബൈ ടു. സോ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു. ഡി യു ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 1/2 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ വരും. 1/2 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ വന്നു, സ്മോൾ ആർ. ഇനി ഇതിന്റെ അകത്ത് നിനക്ക് എന്താ കിട്ടണ്ടേ? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കിട്ടേണ്ടത്. സോ യു ആണ് കിട്ടേണ്ടത്. സോ യു കിട്ടാൻ വേണ്ടി എന്താ, ഈ ഡി ആറിനെ എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ആർ. വിത്ത് റെസ്പെക്ട് ടു ആർ ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തു. സോ ആർ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് വരും ഡി യു ബൈ ഡി ആർ ഇന്റഗ്രേറ്റ് ചെയ്ത ഡി യു വന്നു. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു 1/2 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ആർ സ്ക്വയർ ബൈ 2 വരും. ആ 2 ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് 1/4 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഇനി ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. എന്തായിരുന്നു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം? സ്മോൾ ആറിന്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ആയ വെലോസിറ്റി 0 ആയിരിക്കും. ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്, ബൗണ്ടറി സർഫസിൽ പൈപ്പ് വാളിന്റെ ബൗണ്ടറി സർഫസിൽ വെലോസിറ്റി ഷിയർ സ്ട്രെസ് കാരണം വെലോസിറ്റി റിട്ടാർഡേഷൻ ഫോഴ്സ് കാരണം വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് ദ ബൗണ്ടറി കണ്ടീഷൻ ഇറ്റ് വിൽ ബി 0. ആ കണ്ടീഷനെയാണ് എന്ത് പറഞ്ഞത്? നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ആ പോയിന്റിൽ എന്തായിരിക്കും? 0 ആയിരിക്കും പറഞ്ഞിട്ട്. സോ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആകുമ്പോൾ യു എന്ന് പറയുന്നത് 0. സോ ഈ കണ്ടീഷൻ നമ്മളിപ്പോ കണ്ടുപിടിച്ച യുവിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും യു 0 ആയി 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആയി ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സി വരും. അപ്പൊ സിന്റെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഈ സിന്റെ ഇക്വേഷൻ നമ്മളെ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിലേക്ക് സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഈക്വൽ ടു 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് സ്മോൾ ആർ സ്ക്വയർ മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് സ്മോൾ ആർ സ്ക്വയർ മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഈക്വൽ കിട്ടും. ആ ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ഇനി യുവിന്റെ ഇക്വേഷൻ എന്ത് വരും? മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ഫസ്റ്റ് ടേം കൊടുത്ത് സെക്കൻഡ് ടേം കൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്തു. ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വേരിയേഷൻ. ഓക്കെ, ദിസ് ഈസ് ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വേരിയേഷൻ. ഇതിൽ 1/4 മ്യൂ എന്ന ടേം കോൺസ്റ്റന്റ് ആണ്. ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്താൽ ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റന്റ് ആണ്, ആർ സ്ക്വയർ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ എന്താണ്? യു വേരി ചെയ്യുന്നത് സ്മോൾ ആറിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. സ്മോൾ ആർ അല്ലെങ്കിൽ സ്മോൾ ആർ സ്ക്വയർ ആണുള്ളത്. യു വേരി ചെയ്യുന്നത് ആർ സ്ക്വയർ എന്നുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ യു പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്നുള്ളത് എന്ത് ടൈപ്പ് വേരിയേഷൻ ആണ്? ഒരു പാരാബോളിക് വേരിയേഷൻ ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് പാരാബോളയാണ്. ഓക്കെ, നേരത്തെ നമ്മുടെ ഇക്വേഷൻ r/2 ആയിരുന്നു. ടൗ പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ ആയിരുന്നു. ടൗ പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ ആണ്. That means variation is proportional, linear variation ആണ്. ഓക്കെ, ടൗവിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. ഇവിടെ യു പ്രൊപ്പോർഷണൽ ടു സ്മോൾ ആർ സ്ക്വയർ ആണ്. സോ സ്മോൾ ആർ സ്ക്വയർ ടേം വരുന്നതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? പാരാബോളിക് ആണ്. സോ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് എ പൈപ്പ് മറ്റേ പർട്ടിക്കുലർ സെക്ഷനിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പാരാബോളിക് ആയിരിക്കും. ഓക്കെ, സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ്. ഈ സ്മോൾ യു ഇസ് ഈക്വൽ ടു മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ വരും. വേരിയേഷൻ എന്ന് പറയുന്നത് പാരാബോളിക് ആണ്. അതായത് ഇതുപോലെ ഇവിടെ കാണിച്ചതാണ്.
ഇനീഷ്യൽ പോയിന്റിൽ സ്മോൾ ആർ സ്ക്വയർ അറ്റ് ദ ബൗണ്ടറീസിൽ സീറോ ആയിരിക്കും. ഇവിടെ ഷിയർ സ്ട്രെസ് സെൻട്രൽ ആക്സിലാണ് സീറോ എങ്കിൽ ഇവിടെ വെലോസിറ്റി എവിടെയാ സീറോ വരണേ? ബൗണ്ടറിയിലാണ് സീറോ വരുന്നത്. ഓക്കെ, ബൗണ്ടറിയിൽ വെലോസിറ്റി സീറോ വരും. ദെൻ വെലോസിറ്റി വേരിയേഷൻ കൂടി കൂടി വന്നിട്ട് ആ ഇക്വേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ ആറിലേക്ക് എത്തുമ്പോഴേക്കും സെൻട്രൽ ആക്സിൽ എത്തുമ്പോഴേക്കും എന്താവും? മാക്സിമം വെലോസിറ്റി വരും. സോ ദിസ് ഇസ് എ പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. സോ മാക്സിമം വെലോസിറ്റി എവിടെയാ കിട്ടുക? ദിസ് ഇസ് ഇക്വേഷൻ. ഇവിടെ സ്മോൾ ആർ സീറോ ആവുന്ന കണ്ടീഷനിൽ സ്മോൾ ആർ കൂടി 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 ഇത് വേരിയബിൾ ആണല്ലോ, ഇത് സീറോ എന്ന് ക്യാപിറ്റൽ ആർ വരെ വേരിയബിൾ ആണ്. സോ സ്മോൾ ആർ സീറോ ആവുമ്പോൾ എന്താകും? അതായത് സെൻട്രൽ ആക്സിസിൽ അവിടെ മാക്സിമം വെലോസിറ്റി 1/4 ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. അതിന് സ്മോൾ ആർ സ്ക്വയർ കൂടുന്നതിനനുസരിച്ച് എന്താ വെലോസിറ്റി വാല്യൂ കുറഞ്ഞു 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 വരും. റൈറ്റ്, ഇത് ക്യാപിറ്റൽ ആർ ആയാലും എന്തായി? ടോട്ടലി സീറോ ആയി. അതാണ് യു വെലോസിറ്റി ഈസ് സീറോ അറ്റ് ദ ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ ആണോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? പറ മക്കളെ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കി, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കി. ഇനി അതേ കേസിൽ അടുത്ത് വരുന്നതാണ് റേഷ്യോ ഓഫ് മാക്സിമം ടു ആവറേജ് വെലോസിറ്റി. ഓക്കെ, റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. ഇനിയും മാക്സിമം വെലോസിറ്റി ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. എവിടെയാ മാക്സിമം വെലോസിറ്റി വരുന്നത്? സെൻട്രൽ പോയിന്റിലാണ്. അതായത് ആ സ്മോൾ ആർ വാല്യൂ സീറോ ആവുന്ന കണ്ടീഷനിലാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. സോ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ എന്താവും? ആ സ്മോൾ ആർ ടേം അങ്ങോട്ട് കളഞ്ഞാൽ യു മാക്സ് ഈക്വൽ ടു -1/4 ഡോ പി ബൈ ഡോ എക്സ് ആർ സ്ക്വയർ വരും. ക്യാപിറ്റൽ ആർ സ്ക്വയർ -1/4 ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ വരും. എന്ത്? മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഡെറിവേഷൻ ഒക്കെ ചോദിക്കാറുള്ളതാണ്, അല്ലെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വരാതെയാണ്. പൈപ്പ്ലോന്റെ കേസിൽ റേഷ്യോ ഓഫ് മാക്സിമം ടു ആവറേജ് വെലോസിറ്റി പ്രൂവ് ദാറ്റ് 2. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആൻസർ 2 ആണ് വരിക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രൂവ് ദാറ്റ് it will be 2 that ratio of maximum to average. So ആ ഡെറിവേഷൻസ് നോക്കി വെക്കുക, കൃത്യമായിട്ട് നോക്കുക. എവിടെയെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നോക്കുക. ക്ലാരിറ്റി വരാത്ത സ്റ്റെപ്പ് ആയതുകൊണ്ട് പറയാം. Okay, so u max will be is equal to 1/4 ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ സ്ക്വയർ വരും മാക്സിമം വെലോസിറ്റി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്ചാർജ് ഇക്വേഷൻ വെച്ചിട്ടാണ് കാണുക. ഓക്കെ, ഇതിലൂടെ നടക്കുന്ന ഡിസ്ചാർജ് എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്താ കണ്ടുപിടിക്കുക? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, എപ്പോഴും ഡിസ്ചാർജ് ആവറേജ് വെലോസിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് ഇപ്പൊ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ്, ഇൻസ്റ്റന്റീനിയസ് അല്ല. നമ്മുടെ ക്യൂവിനെ രാവിലെ പറഞ്ഞില്ലേ, ക്യൂവിനെ എ ഇൻറ്റു വി എന്ന് എഴുതിയില്ലേ? ആ എ ഇൻറ്റു വി എടുക്കുന്നതിൽ വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ് എപ്പോഴും എടുക്കുക. സോ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് വേണം ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ. സോ ഡിസ്ചാർജ് നമുക്ക് കിട്ടണമെങ്കിൽ ആവറേജ് വെലോസിറ്റി നോട്ട് യൂസ് ചെയ്യുന്ന യു മാക്സ് എന്നാണ് മാക്സിമം വെലോസിറ്റി, ആവറേജിന് യു ബാർ എന്ന് പറയും. ഓക്കെ, സോ ആവറേജ് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ ബാർ ചിഹ്നം വെച്ചിട്ടാണ് കാണിക്കുക. സോ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലോ ത്രൂ നമ്മളൊരു എലമെന്റൽ ഏരിയയിലെ കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുക. എലമെന്റൽ ഏരിയയിലെ കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് ആറും ഒരു റിംഗ് എലമെന്റ് കൺസിഡർ ചെയ്തിട്ട് റേഡിയസ് ആറും തിക്നെസ് ഡി ആറും ആണെന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ആറും തിക്നെസ് ഡി ആറും. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്ചാർജ് സ്മോൾ എലമെന്റിൽ ഡിസ്ചാർജ് ആദ്യം കണ്ടുപിടിക്കണം. സ്മോൾ എലമെന്റ് ഡിസ്ചാർജ് എന്ത് വരും? പി ക്യൂ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അതായത് വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ, വെലോസിറ്റി ഓഫ് പർട്ടിക്കുലർ ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. സോ വെലോസിറ്റി ആ പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ ആദ്യം റിംഗ് എലമെന്റ് ഒരു ചെറിയ എലമെന്റൽ സെക്ഷൻ എടുത്തിട്ട് അവിടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ചെറിയ എലമെന്റിന്റെ ഡിസ്ചാർജ് ആദ്യം കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് എന്താ ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്തു, ആർ റേഡിയസിൽ ഒരു സെക്ഷൻ എടുത്തു, അതിന് തിക്നെസ് ഡി ആർ പറഞ്ഞു. സോ എന്ത് വരും? വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് റിംഗ് എലമെന്റ്, ആ എലമെന്റ് ഏരിയ. സോ വെലോസിറ്റി അറ്റ് റേഡിയസ് ആർ എന്ന് പറയുന്നത് യു ആണ്, സ്മോൾ യു ആണ്, ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു ഡി ആർ. ഒരു 2πr ക്രോസ് സെക്ഷൻ ഏരിയ, പെരിമീറ്റർ ഇൻറ്റു തിക്നെസ്സും ഡി ആർ. ഇതാണ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ വരുന്നത് ആ എലമെന്റിന്റെ. ഓക്കെ, 2πr ഇൻറ്റു ഡി ആർ വരും. സോ ഇനി യുവിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരു പർട്ടിക്കുലർ റേഡിയസ് ആറിലിന്റെ ജനറൽ ആയിട്ട് ഇക്വേഷൻ ഇ ക്യൂ ഇസ് ഈക്വൽ ടു -1/4 ഡോ പി ബൈ ഡോ എക്സ് -1/4 ഡോ പി ബൈ ഡോ എക്സ്
ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ വരും മൈനസ് 1/4 mu dou p by dou x into capital R square minus small r square വരും അത് ഇൻറ്റു 2πr dr ഇതാണ് dq വാല്യൂ. ഇനി q വാല്യൂ കണ്ടുപിടിക്കണം. മൊത്തമായിട്ട് q വാല്യൂ കണ്ടുപിടിക്കണം എന്താ ഞാൻ പറഞ്ഞു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ സെൻട്രൽ ആക്സിന് ഒരു ബൗണ്ടറിയിലേക്ക് ഏതൊർ സൈഡ് ആണ് ഒന്നെങ്കിൽ 0 to അപ്പർ സൈഡ് ലോവർ സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ നോക്കും. ഓക്കെ ടോട്ടൽ ഡിസ്ചാർജ് ആയി വരിക കാരണം ഇത് ഓൾ റൗണ്ട് ആയിട്ട് സർക്കുലർ ആയിട്ട് വരുന്നതാണ്. ഓൾ റൗണ്ട്ലി കാരണം 2πr dr എന്ന് പറയുമ്പോൾ ഏരിയ ടോട്ടലി ഏരിയ എടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ സർക്കുലർ ടോട്ടൽ ഏരിയ എടുത്തിട്ട് തന്നെ ചെയ്യണം. സോ ഒരു എൻഡ് നോക്കിയാൽ മതി 0 to ക്യാപിറ്റൽ ആർ റേഡിയസ് വെച്ചിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ q is equal to 0 to capital R dq 0 to capital R dq equation എന്താ minus 1/4 mu dou p by dou x into capital R square minus small r square into 2πr dr. ഇതിനകത്ത് ഏതൊക്കെ കോൺസ്റ്റന്റ് ഉണ്ടോ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. മൈനസ് 1/4 mu കോൺസ്റ്റന്റ് ആണ്, dou p by dou x കോൺസ്റ്റന്റ് ആണ്, 2π ടേം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ദെൻ റിമൈനിങ് മാത്രം ഇന്റഗ്രേഷൻ ഉള്ളിലേക്ക് കൊടുത്തു. അതിനെ then എന്ത് വരും 1/4 mu minus dou p by dou x into 2π integral 0 to r capital R square minus small r square r dr എന്ന് വരും. ഇനി ഈ സ്മോൾ ആർ ഞാൻ എന്ത് ചെയ്തു ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇക്വേഷൻ എന്ത് ചെയ്തു 1/4 mu into minus dou p by dou x into 2π integral 0 to r capital R square into small r minus capital small r cube into dr വന്നു. സോ ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുക 1/4 mu ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും 1/4 mu minus dou p by dou x into 2π കോമൺ ആയിട്ട് പോയി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് r square into small r ഇന്റഗ്രേറ്റ് ചെയ്ത് small r square by 2 minus r raised to 4/4 integral 0 to r. So final equation തരും 1/4 mu minus dou p by dou x into 2π into ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എന്ത് വരും r raised to 4/2 minus r raised to 4/4. അതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതിയാൽ ഫൈനലി ഡിസ്ചാർജിന്റെ ഇക്വേഷൻ തരും 5/8 mu into minus dou p by dou x into capital R raised to 4 capital R raised to 4 എന്ത് ഡിസ്ചാർജ് വന്നു. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ ഓൾറെഡി q divided by area discharge by area എടുക്കുക. അപ്പൊ q എന്താ 5/8 mu into minus dou p by dou x capital R raised to 4 q കിട്ടി. ഇനി ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുക. ഏറ്റവും ഔട്ടറിലായിട്ടുള്ള ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ കാരണം ഡിസ്ചാർജ് ആ ടോട്ടൽ പൈപ്പിന്റെ ആണ് നമ്മൾ പറയുന്നത്. സോ ഈ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കാൻ തന്നെ ഏറ്റവും ലാർജ് ആയിട്ട് ക്യാപിറ്റൽ ആർ വെച്ചിട്ട് തന്നെ എടുക്കണം പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. സോ ഫൈനലി ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ കിട്ടും 1/8 mu into minus dou p by dou x into capital R square എന്ന് കിട്ടി. എന്ത് ആവറേജ് വെലോസിറ്റി നമുക്ക് ഓൾറെഡി മാക്സിമം വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. സോ ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക u max by u bar will be equal to u max എന്താ minus 1/4 mu dou p by dou x small r square divided by 1/8 mu minus dou p by dou x small r square. It will be equal to 2 വരും. So it is the ratio of maximum velocity to average velocity. Okay, ratio of maximum velocity to average velocity അതാണ് എന്ത് 2. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ പറയണ്ടേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു പ്രശ്നമില്ല പറയുന്നതിന്. ഒന്നുകൂടെ പറയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം, അതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങളാണ് യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവര്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, അതാണ് അൾട്ടിമേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്, നമുക്ക് ഫിനിഷ് ചെയ്യാം. അതായത് ഡ്രോപ്പ് ഓഫ് പ്രഷർ ഫോർ എ ഗിവൺ. അതായത് നമ്മളിപ്പോ ഇതിലൂടെ പാസ് ചെയ്യുന്നു അല്ലെ, പാസ് ചെയ്യുന്ന ഒരു ലെങ്ത് നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞു. ഇത് ഇൻ ബിറ്റ്വീൻ വിസ്കസ് എഫക്ട് ഉണ്ട് എന്ന് പറഞ്ഞു. വിസ്കസ് എഫക്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇറീക്കറബിൾ ആയിട്ടുള്ള ഒരു ലോസ് ഉണ്ടാവും, ഒരു ലോസ് ഓഫ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അതായത് പ്രഷർ എനർജി കുറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രഷർ ഹെഡ് എത്രയാണോ അതിൽ റിഡക്ഷൻ വരികയാണ്. ഓക്കെ, P1 ഫസ്റ്റ് സെക്ഷൻ സെക്കൻഡ് സെക്ഷനിൽ എത്തുമ്പോഴേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രഷർ എനർജി എത്രയാണോ അതിൽ റിഡക്ഷൻ വരും ഡ്യൂ ടു ദിസ് വിസ്കസ് എഫക്ട് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിട്ടാർഡിംഗ് ഫോഴ്സ് കൊണ്ട്. റൈറ്റ്, ആ എമൗണ്ട് P1 മൈനസ് P2
P1 minus P2 ആ പ്രഷർ ഡിഫറൻസ് എത്രയാണ് അതാണ് കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, അതിനകത്ത് ഇനീഷ്യലി നോക്കുക, നമ്മൾ ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. U bar is equal to 1/8 mu into minus dou P by dou x into capital R square എന്ന് കണ്ടു. U bar into 1/8 mu into minus dou P by dou x capital R square. ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ? ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? ഈ ആവറേജ് വെലോസിറ്റി പ്രഷർ വേരിയേഷന്റെ ഈ ഫോർമാറ്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇതിലേക്ക് ഒന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്ത് 8 mu u bar ഡിവൈഡ് ബൈ ആർ സ്ക്വയർ 8 mu u bar ബൈ ആർ സ്ക്വയർ എഴുതി മൈനസ് ഡോ പി ബൈ ഡോ എക്സ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഡോപ്പിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് പ്രഷർ വേരിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു പർട്ടിക്കുലർ ലെങ്ത് എൽ ട്രാവൽ ചെയ്യുമ്പോൾ പ്രഷർ വേരിയേഷൻ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സെക്ഷൻ 1 എടുത്തു, സെക്ഷൻ 2 എടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ 1 and 2 ഇടക്കാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? രണ്ട് സൈഡും ഒന്ന് ഇന്റഗ്രേഷൻ കൊടുത്തു. ഈ ഡി എക്സിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. ഫ്രം 2 to 1, ഓക്കെ, 2 to 1ലേക്ക് മൈനസ് ഇന്റഗ്രൽ 2 to 1 ഡി പി ഈക്വൽ ടു ഇന്റഗ്രൽ 2 to 1 8 mu u bar by r square into dx. ഇനി ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? ഡി പി ഇന്റഗ്രേറ്റ് ചെയ്താൽ P1 മൈനസ് P2 ആയിരിക്കും. ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി പി ഇന്റഗ്രേറ്റ് ചെയ്താൽ പി ആണ് വരിക. അത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ P1 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് P1 മൈനസ് P2. സോ മൈനസ് ഓഫ് P1 മൈനസ് P2 വിൽ ബി ഈക്വൽ ടു 8 mu u bar by r square എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതെടുത്ത് പുറത്തിട്ടു. ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരും? എക്സ് വരും. അതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ x1 മൈനസ് x2 വരും. ഓക്കെ, സോ ഇതിനെ ഈ മൈനസ് എടുത്ത് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുത്താൽ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു P1 minus P2 is equal to 8 mu u bar divided by r square into x2 minus x1. 8 mu u bar by r square into x2 minus x1. Okay, 8 mu u bar by r square into x2 minus x1. അതാണെന്ത് P1 minus P2 എന്ന് പറയുന്നത്. എന്ത് അത്രയും എമൗണ്ട് ഓഫ് പ്രഷർ എനർജിയാണ് ഡ്രോപ്പ് ആവുന്നത്. പ്രഷർ ആണ് ഇത്രയും എമൗണ്ട് ഓഫ് പ്രഷർ ഡ്രോപ്പ് ആണ് കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. P1 മൈനസ് P2 നെയാണ് പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് എഴുതുക. 8 mu bar by r square into x2 minus x1 എന്താ? ഞാനൊരു സെക്ഷൻ എൽ അല്ലേ എടുത്തത്, അപ്പൊ എല്ലിന്റെ ഫോമിലേക്ക് എഴുതി. അതുപോലെ r എന്ന് പറയുന്നത് എന്താ? ഡയമീറ്ററിന്റെ പകുതി അല്ലേ? d/2 അല്ലേ? ആ ഫോർമാറ്റിലേക്ക് ഒന്ന് എടുത്ത് എഴുതി. സോ ഫൈനലി ഇക്വേഷൻ എന്ത് വരും? 8 mu u bar L divided by d/2 whole square. ഈ 2 whole square എടുത്ത 4 വരുള്ളൂ. d square by 4 ഉണ്ടാവില്ല. 4 എടുത്ത് മുകളിലേക്ക് കൊടുത്താൽ വരും 32 mu u bar L divided by d square എന്ന് വരുമല്ലോ. സോ അതാണ് ഇവിടെ കൊടുത്തേക്കണേ. P1 minus P2 is equal to 32 mu u bar L by d square, where P1 minus P2 ആണെന്ത് നമ്മളെ പ്രഷർ ഡ്രോപ്പ്. ഇത്ര എൽ ലെങ്ത് ട്രാവൽ ചെയ്യുമ്പോൾ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2ലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ്. ഇനി ഇത് പ്രഷർ എനർജിയാണ്. ഇതിനെ നമുക്ക് ഹെഡിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും ഹെഡിന്റെ ടേംസിലല്ലേ ഇതുവരെയൊക്കെ ബെർണോളിസ് ഇക്വേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഹെഡിന്റെ ടേംസ് അല്ലേ? അപ്പൊ എന്താ വേണ്ടേ? ഹെഡിന്റെ ടേംസിലേക്കാണ് കണ്ടുപിടിക്കാൻ. എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആയിരുന്നു നമ്മൾ ഹെഡ് കൺവേർട്ട് ചെയ്യാൻ ചെയ്തത് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആയിരുന്നു എന്ത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് അല്ലടാ. പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആയിരുന്നു പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ ബെർണോളിസ് ഇക്വേഷനിലേക്ക് അങ്ങനെയല്ലേ പറഞ്ഞേ? പ്രഷർ എനർജി ആണ് P1 മൈനസ് P2 അല്ലെങ്കിൽ P പ്രഷർ എനർജി. പ്രഷർ എനർജിന്റെ ഡിഫറൻസ് ആണ് എന്ത്? P1 മൈനസ് P2. സോ ഇതിനെയാണ് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് പെർ യൂണിറ്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മള് അപ്പറൊക്കെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് മക്കളെ ഡിവൈഡ് ചെയ്തത്? ഇതെന്തോ ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് ചെയ്ത് പോകുന്നു. എന്തെങ്കിലും ഓരോരുത്തരുടെ ഈ ലെഫ്റ്റ് ചെയ്തിരുന്ന അറ്റൻഡൻസ് ഇതാക്കുക. നിങ്ങൾ എന്തിനേയും ലെഫ്റ്റ് ചെയ്യുന്നത്? ക്ലാസ് കഴിഞ്ഞിട്ടില്ല. കുറെ പേര് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ലെഫ്റ്റ് ചെയ്ത് പോകുന്നു ക്ലാസ് കഴിഞ്ഞ പോലെ. ഓക്കെ, നോക്ക്. നമ്മള് പെർ യൂണിറ്റ് വെയിറ്റ് ആക്കാൻ എന്ത് ചെയ്യുക? ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റോജി കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ലോസ് ഓഫ് പ്രഷർ ഹെഡ് എന്ത് വരും? P1 മൈനസ് P2 ബൈ റോജി വരും. സോ P1 മൈനസ് P2 ബൈ റോജി ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലോസ് ഓഫ് പ്രഷർ ഹെഡ് HF.
that will be equal to എന്താ നമ്മൾ ഓൾറെഡി 32 p1 minus p2 നമുക്ക് ഇക്വേഷൻ അതിന്റെ കൂടെ rho g കൂടി ആഡ് ചെയ്തു. സോ 32 mu u bar L by rho g d square എന്ന് വരും. This is the loss of pressure head. Okay, loss of pressure head HF is equal to 32 mu u bar L by rho g d square. ഈ ഇക്വേഷൻ പറയുന്ന പേരാണത് Eigen Poiseuille ഫോർമുല ഓർ Eigen Poiseuille ഇക്വേഷൻ. ഓക്കെ, ഇതിന്റെയൊക്കെ ഡെറിവേഷൻസ് കണ്ടിന്യൂസ് ആയി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വൃത്തിയായിട്ട് നോക്കുക. ഓക്കെ, so it is HF is loss of pressure at HF is equal to 32 mu u bar L by rho g d square. ഓക്കെ, അപ്പോ ശരി, എന്നാൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പോർഷൻസ് ഒക്കെ നോക്കുക, ഡെറിവേഷൻസ് ഒക്കെ നോക്കുക. ഓക്കെ, ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ആകാത്ത ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി, എന്നാൽ താങ്ക് യു.